മത്തി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാൻ പറ്റിയായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ്. മത്തി 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി വരട്ടാതെ, അതായത് എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കാതെ പച്ചയ്ക്ക് ഇടുവാണ് ഇതിലേക്ക്. 4 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ടു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇത് ഞാൻ ഇതുവരെയും കോട്ടയത്തെ വീട്ടിൽ വെച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു കറി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അറിയുന്നത് തന്നെ ഈ കറി. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മീനിനകത്തോട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിടണം. അത് കഴിഞ്ഞിട്ട് അത് അരപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി കുടംപുളിയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് പറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുവാണ് ഇതാ പറഞ്ഞത്. അത് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് കാണാവേ. ഞാനത് അടുപ്പത്ത് വെക്കുമ്പോൾ കാണിക്കാവേ. ഈ അരപ്പ് കൂട്ടി വെച്ചതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുവാണ്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കുന്നുണ്ട്. കൈ വെച്ച് ഇളക്കി കൊടുത്ത് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ പറ്റിച്ചെടുക്കാനാണ്. പറ്റിച്ചെടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മുളക് പൊടി ചൂടാക്കാതെ ചെയ്തതാണ്. അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുടംപുളിയും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം പറ്റുന്നിടം വരെ ചെറിയ ഇതായിട്ട് കുറുക്കി പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ മത്തി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും പറ്റിയാൽ മതി എന്നാണ് പറയുന്നത്. ഇതിരുന്ന് കുറുകും. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ. അസ്സലാമു അലൈക്കും.